ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു മുട്ട കൊണ്ട് മുട്ടയും പച്ചക്കറികളും എല്ലാം ചേർത്ത് ഒരു ചോറ് എങ്ങനെ വയ്ക്കാം. മുട്ട ഫ്രൈഡ് റൈസ്. നമ്മൾ ആദ്യം 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്, എല്ലാവർക്കും വേണ്ടേ. അപ്പോൾ 1 കിലോ അരി വേണം. അതിനോടൊപ്പം ഒരു 6 മുട്ട, പിന്നെ 2-3 സവാള, ഒരു 1/4 കിലോ ബീൻസ്, ഒരു 1/4 കിലോ നമ്മുടെ ക്യാരറ്റ്, പിന്നെ ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, 2-3 തക്കാളി, ചെറിയ സൈസ്, സാമാന്യം തെറ്റില്ലാത്ത ചെറിയ സൈസ് തക്കാളി. ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇത് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ പാത്രത്തിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അകത്തോട്ട് വെള്ളം നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു 4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, പിന്നെ ഇച്ചിരി പട്ട. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. വയണയില, ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ ചോറിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിനകത്തോട്ട് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതാ നമ്മൾ വെള്ളം വെട്ടി തിളച്ചു. ഇനി അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളം ഊറ്റി മാറ്റാം. അടച്ച് വയ്ക്കാം. നന്നായിട്ട് വെട്ടി തിളച്ച് അതൊന്ന് വേവുന്നത് വരെ മുട്ടയൊന്ന് ചെറുതായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരി നമുക്ക് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുക. ഈ പച്ചക്കറികളെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇതാ ഞങ്ങൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. അതിനകത്തോട്ട് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ക്യാരറ്റ്, ആ ബീൻസ്, ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് പെരിഞ്ചീരകപ്പൊടി, ശേഷം ഗരം മസാല, ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഇതൊക്കെ നമുക്ക് ഒന്ന് യോജിപ്പിക്കാം.
നന്നായിട്ട് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് ഈ മസാലകളുടെ കൂടെ ചേരണം. ഇതൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോടു കൂടി ഈ മുട്ടയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ചോറ് റെഡിയായിരിക്കുന്ന ചോറെടുത്ത് ഇതിൻ്റെ കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ഒരു നാരങ്ങ അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ്. കൈ ബലമില്ല. നാരങ്ങ നീര് നമുക്ക് ദഹനത്തിനും ചെറിയ ഇതിനകത്ത് ഒരു പുളിപ്പ് കിട്ടാനും അതോടൊപ്പം രുചി കൂട്ടാനും എല്ലാത്തിനും നാരങ്ങ നീര് നല്ലതാണ്. നാരങ്ങ നീര് നമ്മൾ ആ ചോറൊക്കെ തിന്ന് കഴിയുമ്പോൾ ലൈം ജ്യൂസ് കുടിക്കാറില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ട് നാരങ്ങ എല്ലാത്തിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നാരങ്ങ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതെന്തിനാ ചോറിനകത്ത് നാരങ്ങ ഒഴിക്കണമെന്ന് ഇന്നത്തെ കാലത്തെ കുട്ടികൾ, അറിയാത്ത കുട്ടികൾ ചോദിച്ചേക്കും. അപ്പം പറഞ്ഞു കൊടുക്കണം, നാരങ്ങ ദഹനശക്തിക്ക് നല്ലതാണ്, പിന്നെ ടേസ്റ്റും കിട്ടും, ചോറിൻ്റെ കൂടി ചെറിയ ഒരു പുളിപ്പ് കിട്ടും. അപ്പം എന്തുകൊണ്ടും നാരങ്ങ വളരെ നല്ലതാണ്. ഇതാ മല്ലിച്ചപ്പും അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ശരിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വെച്ച് തിന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാണാനും ഭംഗിയുണ്ട്, തിന്നാനും രുചിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എന്താണ് കുറവ്, എന്താണ് കൂട്ടേണ്ടത് എന്നെല്ലാം നിങ്ങൾ ഞങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനമായിരിക്കും. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും.